PSC PYQയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ദിവസം ഏതൊക്കെ സബ്ജക്റ്റ് പഠിക്കണമെന്നും അതെങ്ങനെയൊക്കെ പഠിക്കണമെന്നുമാണ് നമ്മൾ ഇന്നിവിടെ ടൈം ടേബിൾ ആയിട്ടാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ വീട്ടമ്മമാർക്കൊക്കെ ഇപ്പോൾ കോച്ചിങ്ങിന് പോകാൻ കഴിയാത്തവരും കൊച്ചു കുട്ടികൾക്കുള്ളവർക്കുമൊക്കെ നമുക്ക് ഒരുപാട് സമയം നമുക്ക് അതിനൊന്നും ചിലവഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു ദിവസം നമുക്ക് എങ്ങനെയാണ് അതിന് ഫലപ്രദമായി വിനിയോഗിക്കേണ്ടതെന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഏതൊക്കെ സബ്ജക്റ്റാണ് എങ്ങനെയൊക്കെയാണ് നമുക്കിപ്പോൾ ഇഷ്ടമുള്ള സബ്ജക്റ്റ്, അത് ഞങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമുക്ക് ഫലപ്രദമായി പഠിക്കേണ്ടതെന്ന്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കാണുക. ഫസ്റ്റ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നമ്മൾ തലേ ദിവസം തന്നെ ഏതൊക്കെ സബ്ജക്റ്റാണ് പഠിക്കേണ്ടതെന്ന് ഫസ്റ്റ് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഏതൊക്കെ സബ്ജക്റ്റാണ് തലേ ദിവസം പിറ്റേ ദിവസം ഏതൊക്കെ സബ്ജക്റ്റാണ് പഠിക്കേണ്ടതെന്നുള്ളത് നമ്മൾ തലേ ദിവസം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ഇപ്പോൾ 4 സബ്ജക്റ്റ് നമ്മൾ ഓർത്തോ, മാത്സ്, ഇംഗ്ലീഷ്, ബയോളജി, ഫിസിക്സ്, ഈ 4 സബ്ജക്റ്റാണെന്ന് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം നമ്മളിപ്പോൾ ഇന്ന ദിവസം നാളെ 4 സബ്ജക്റ്റാണ് ഞാൻ പഠിക്കുന്നത് എന്ന് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് രണ്ടാമത്തെ കാര്യം, നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ രാവിലെ പോയി കഴിയുമ്പോൾ എന്തായാലും നമ്മളെല്ലാ പണിയൊക്കെ കഴിയുമ്പോൾ എന്തായാലും ഒരു 9 to 10 ഇടയ്ക്കായിരിക്കും. അപ്പോൾ ആ 9 to 10 തന്നെ നമ്മൾ പഠിത്തം സ്റ്റാർട്ട് ചെയ്യുക, 9 to 10 എന്നിട്ട് നമ്മൾ 9 to 10 നമുക്ക് എങ്ങനെയാണെങ്കിലും 9 to 10 പഠിത്തം സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, 4 സബ്ജക്റ്റ് എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. 4 സബ്ജക്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, തലേ ദിവസം തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് സബ്ജക്റ്റ് ഇംഗ്ലീഷാണെന്ന് വയ്ക്കുക. ഇംഗ്ലീഷ് നമ്മളൊരു 1 മണിക്കൂറോ അല്ലെങ്കിൽ 3/4 മണിക്കൂറോ നമ്മൾ ആ ഒരു സമയം, നമ്മളിപ്പോൾ തലേ ദിവസം തന്നെ ഇത്ര ചാപ്റ്റർ എന്ന് ഒരിക്കലും നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കരുത്. കാര്യം അപ്പോൾ നമുക്ക് ആ ചാപ്റ്റർ തീർക്കാനുള്ള ഒരു പെട്ടെന്ന് എങ്ങനെയെങ്കിലും എനിക്ക് ആ ചാപ്റ്റർ പഠിച്ച് തീർക്കണം എന്നൊരു തത്രപ്പാടിൽ നമ്മൾ എന്ത് ചെയ്യും, വേഗം പഠിക്കുമ്പോൾ നമുക്ക് കാര്യമായിട്ടൊന്നും നമ്മുടെ മൈൻഡിൽ നിൽക്കത്തില്ല. നമ്മൾ പെട്ടെന്ന് എല്ലാം ഓടിച്ചൊന്ന് വിട്ട് നോക്കത്തേ ഉള്ളൂ. പക്ഷെ അങ്ങനെയല്ല, നമ്മളിപ്പോൾ കറക്റ്റ് സമയം നമ്മളതിന് ഇങ്ങനെ പറയരുത് ഒരിക്കലും. ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര ടോപ്പിക്സ്, അത് നമ്മൾ മൈൻഡിൽ വിചാരിച്ചാൽ നമ്മൾ അത്ര ഇതായിട്ട് പഠിക്കത്തില്ല. കാര്യം നമ്മൾ മൈൻഡ് ഫ്രീ ആയിട്ടിട്ട് ഇന്ന് പഠിക്കുക, മൈൻഡ് ഫ്രീ ആയിട്ടിരുന്ന് പഠിക്കുക. അപ്പോൾ നമുക്ക് വേണ്ട 2 സബ്ജക്റ്റിൽ പിന്നെ ഒരു സബ്ജക്റ്റിൽ 2 ടോപ്പിക്സ് ആണെങ്കിൽ ഓക്കെ, ക്യാബിനറ്റ് മിഷൻ, പിന്നെ റാഡ്ക്ലിഫ് ലൈൻ, പിന്നെ അവിടെ ഈ 3 പേജാണെങ്കിൽ ഓക്കെ, 3 പേജ് പഠിക്കുക. അല്ലാതെ നമ്മൾ നേരത്തെ ക്യാബിനറ്റ് മിഷൻ തൊട്ട് എനിക്കിന്നിവിടെ സുഭാഷ് ചന്ദ്ര പിന്നെ ഇവിടം വരെ ഭഗത് സിംഗ്, ഇവിടം വരെ ഞാൻ കംപ്ലീറ്റ് ചെയ്യും എന്ന് വെച്ച് നമ്മൾ ഒരിക്കലും പഠിക്കാതിരിക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്കിപ്പോൾ നമ്മൾ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് കാര്യങ്ങളുണ്ടാവും. എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ എന്തെങ്കിലും തുണി വിരിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ എത്ര പണി തീർത്താലും ഉണ്ടാവും, ചെറിയ എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് എണീറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ വരുമ്പോൾ നമുക്ക് എനിക്ക് ഇത് പഠിച്ച് തീർക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മുടെ മൈൻഡ് മൊത്തം ഇതാവും, എനിക്ക് അന്ന സമയത്ത് പഠിച്ച് തീർക്കാൻ പറ്റിയില്ല എന്നൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവും. അപ്പോൾ അതൊരിക്കലും ഉണ്ടാവരുത്. നമുക്ക് എത്രയാണ് പറ്റുന്നത് അത്രയും തന്നെ നമ്മളങ്ങോട്ട് മൈൻഡ് ഫ്രീ ആക്കിയിട്ടിരുന്ന് പഠിക്കുക. അപ്പോൾ അത് മനസ്സിലായല്ലോ, നമ്മൾ മൈൻഡ് ഫ്രീ ആക്കുക. ഇത്ര സമയം ഇത്ര സമയം കൊണ്ട് ഇത്ര ടോപ്പിക്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും എന്ന് നമ്മൾ മുൻകൂട്ടി പറയാതിരിക്കുക. നമ്മൾ ഇടയ്ക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് തെറ്റിപ്പോയാൽ നമ്മുടെ മനസ്സ് പിന്നെ നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് പോകും, എനിക്ക് പഠിക്കാൻ പറ്റിയില്ലല്ലോ, പിന്നെ നമുക്കൊരു ടെൻഷനാവും. അപ്പം അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. പിന്നെ കുറഞ്ഞത് ഒരു 5 to 6 മണിക്കൂർ നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. 5 to 6 മണിക്കൂർ, ഇപ്പോൾ 4 to 5 ആണെങ്കിലും കുഴപ്പമില്ല, 5 to 6 നമ്മൾ എന്തായാലും 5 to 6 മണിക്കൂർ പഠിക്കാൻ നമ്മൾ ശ്രമിക്കുക. അതിൽ തന്നെ ഒരു 30 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യുക, കറണ്ട് അഫെയർസ്, അതിൽ തന്നെ ഒരു 30 മിനിറ്റ് നമ്മൾ കറണ്ട് അഫെയർസ് പഠിക്കാൻ നോക്കുക. കറണ്ട് അഫെയർസിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു PYQ കൂടെ, വെറുതെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒന്ന് ഓടിച്ചൊന്ന് ഒരു PYQ കൂടെ ചെയ്ത് നോക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. പിന്നെ നെക്സ്റ്റ് നമ്മൾ മാത്സ് ഇപ്പോൾ നമ്മൾ രാത്രി സമയത്ത് ഒരിക്കലും മാത്സ് പഠിക്കരുത്. നമ്മൾ രാത്രി സമയത്ത് ഒരിക്കലും പഠിക്കരുത്. കാര്യം മാത്സ് വേറെ ഒന്നും പോലെയല്ല, വെറുതെ നമ്മൾ
സംസാരിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ മനസ്സിൽ ഒരിക്കലും നമുക്ക് ആ മാത്സ് പഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ വർത്തമാനം പറയുന്ന പോലെ ഇരുന്നാൽ നമുക്ക് മാത്സ് ഒരിക്കലും പഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പം നമ്മൾ മാത്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ രാത്രി ഒരിക്കലും മാത്സ് പഠിക്കാനായിട്ട് മാത്സ് പഠിക്കരുത്. പഠിച്ചാലും നമ്മുടെ മൈൻഡ് പിന്നെയും നമുക്ക് ഭയങ്കര ഒരു ഇതായിരിക്കും നമുക്ക്. അപ്പം അതുകൊണ്ട് നമുക്കൊരു ഫ്രഷ് ആയിട്ട് പഠിക്കണം. മാത്സ് ഒക്കെ നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെ തുടങ്ങണം. അപ്പം നമ്മൾ തുടങ്ങുക അല്ല, പഠിക്കണം. അപ്പം നമ്മൾ പകൽ സമയത്ത് നമ്മൾ മാത്സ് പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ അത് നമ്മൾ ഒരുപാട് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഉറക്കമൊക്കെ വരും നമ്മൾ ആ സമയത്ത് പഠിച്ചാൽ. അപ്പൊ നമ്മൾ മാത്സ് പരമാവധി രാത്രി പഠിക്കാതിരിക്കുക. പിന്നെ 6 തൊട്ട് 9 വരെ നമുക്ക് എന്തായാലും വീട്ടിൽ പഠിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ എന്തായാലും കുട്ടികൾ വരുമ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കണം, അവരുടെ കാര്യങ്ങൾ നോക്കണം, അവരെ പഠിപ്പിക്കണം, പിന്നെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം, നമുക്ക് ഫുഡ് കഴിക്കണം, ക്ലീൻ ചെയ്യണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും, പിന്നെ പിറ്റേ ദിവസത്തേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കണം. അപ്പോൾ അതൊക്കെ നമുക്ക് 6 തൊട്ട് 9 വരെ എന്തായാലും നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു 9 to 10 എന്തായാലും ജോലിയൊക്കെ കഴിഞ്ഞ് ഒരു 9:45 മാക്സിമം അതിനുള്ളിൽ നമ്മൾ വീണ്ടും പഠിക്കാനിരിക്കാൻ നോക്കുക. 9 മണി വരെ എന്തായാലും നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല, 6 to 9. അപ്പൊ 9 മണി കഴിഞ്ഞിട്ട് എന്തായാലും നമ്മൾ എന്ത് ചെയ്യുക? എന്തായാലും നമ്മൾ 9 മണിക്ക് 9 to 10 നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ പഠിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. പിന്നെ ലാസ്റ്റ് എന്താണ്, അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? 9 to 12 വരെ എന്തായാലും നമ്മൾ പഠിക്കാനായിട്ട് നോക്കുക. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു PYQ എന്തായാലും നമ്മൾ ചെയ്യണം. നമ്മൾ ഈ ഒരു ദിവസത്തിന്റെ ഏറ്റവും അവസാനം നമ്മളൊരു PYQ നമ്മൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്രയൊക്കെ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ഏതൊക്കെ സബ്ജക്റ്റാണ് ഇനി. അപ്പൊ നമ്മൾ ബയോളജി ഒക്കെയാണ് അത് ദിവസം പഠിക്കാനുണ്ടെങ്കിൽ അതിലെ PYQ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് എന്താണ്, നമുക്കൊരു ആത്മവിശ്വാസം കിട്ടും. ഞാൻ ഇതൊക്കെ പഠിച്ച് ഇനി നാളെ ഞാൻ അടുത്തത് പഠിക്കും, അങ്ങനെ ഒരു ആത്മവിശ്വാസം കിട്ടും. അപ്പൊ നമ്മളൊരു PYQ ചെയ്ത് നോക്കുക. എന്ന് വെച്ചാൽ എല്ലാം കൂടെ ചെയ്ത് നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റിൽ നിന്ന് മാത്രമുള്ള PYQകൾ നമ്മൾ ചെയ്ത് നോക്കും. ഇപ്പൊ അതല്ലാതെ ബാക്കിയെല്ലാം പഠിച്ചവരാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആ PYQ ചെയ്ത് നോക്കാനായിട്ട് കൂടുതൽ ശ്രമിക്കുക. പിന്നെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഇംഗ്ലീഷ്, മാത്സ്, മലയാളം സ്പെഷ്യൽ ടോപ്പിക്സുകൾ അതിനൊക്കെ നമ്മൾ പിന്നെ ഒരിക്കലും നമ്മളിപ്പോൾ വേറൊരു സബ്ജക്റ്റിൻ്റെയും കൂടെ പഠിക്കാതിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ അതിനു വേണ്ടി തന്നെ ഒരു ദിവസം മാറ്റി വെക്കുക. ഇംഗ്ലീഷ്, മാത്സ്, സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ടാവുമല്ലോ ചില വേറെ എന്തെങ്കിലുമൊക്കെ. ഇപ്പോൾ LP UP ആണെങ്കിൽ സൈക്കോളജി, അങ്ങനെയൊക്കെയുള്ള സ്പെഷ്യൽ ടോപ്പിക്സ് ഉള്ള വിഷയങ്ങൾ നമുക്ക് ഒരു ദിവസം അതിന് മാത്രമായിട്ട് നമ്മൾ മാറ്റി വെക്കുക. ആ സ്പെഷ്യൽ ടോപ്പിക്സിന് മാത്രമായിട്ട് നമ്മൾ ഒരു ദിവസം മാറ്റി വെക്കുക. ഇംഗ്ലീഷും മാത്സും മലയാളവും അങ്ങനെയൊക്കെ അതിനായിട്ട് ഒരു സ്പെഷ്യൽ ടോപ്പിക്സിനായിട്ട് ഒരു ദിവസം മാറ്റി വെക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഈ 9 മണിക്ക് നമ്മൾ പഠിക്കാൻ തുടങ്ങി 9 അല്ല 10 മണിക്കാണെങ്കിലും ഓക്കെ, ഒരു 12 മണി വരെ കുറഞ്ഞത് നമ്മൾ പഠിക്കാനായിട്ട് നോക്കുക. അപ്പൊ അതിനുള്ളിൽ തീരെ ചെറിയ കുട്ടികളൊക്കെ ഉള്ളവർക്ക് കുഞ്ഞുങ്ങൾ വഴക്കിടും. അപ്പൊ അത് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ നോക്കുക. നമുക്ക് എങ്ങനെയാ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നമ്മൾ അതെന്തായാലും മാക്സിമം നമ്മൾ പിന്നെ നമ്മൾ എന്തായാലും ഒരു 9 തൊട്ട് 12 വരെ, അപ്പൊ തന്നെ എത്ര മണിക്കൂറായി? 3 മണിക്കൂറായി. ഇനി 9 തൊട്ട് 11 വരെ ആണെങ്കിലും കുഴപ്പമില്ല, അപ്പൊ തന്നെ 2 മണിക്കൂറായി. രാവിലെയും ഒരു 3 അപ്പൊ തന്നെ നമ്മൾ 5 6 അല്ലെങ്കിൽ 4 മണിക്കൂർ നമ്മൾ പഠിച്ച്, അത്രയും തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ ധാരാളമാണ്. നന്നായിട്ട് ആ സമയം ഇരുന്ന് പഠിക്കുന്ന സമയം നന്നായിട്ട് എന്തായാലും പഠിക്കുക തന്നെ ചെയ്യണം. വേറെ ഒരു കാര്യങ്ങൾക്കും പോകാതിരിക്കാൻ പ്രത്യേകം ശ്രമിക്കുക. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഉറങ്ങാൻ കിടക്കുന്നതിന് മുന്നേ പഠിച്ച കാര്യങ്ങൾ നമ്മൾ റിവൈൻഡ് ചെയ്യുക. ഇപ്പൊ രാവിലെ തൊട്ട് ഉച്ചവരെ പഠിച്ച കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ എന്തായാലും ഒരു ബ്രേക്ക് എടുക്കുമല്ലോ. പിന്നെ ഒരു 2:30 3 ആ ഒരു സമയത്ത് നമ്മൾ എന്തായാലും കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കുക. അപ്പൊ നമ്മൾ റിവൈൻഡ് ചെയ്യുക എന്ന് വെച്ചാൽ രാവിലെ തൊട്ട് ഉച്ചവരെ പഠിച്ച കാര്യങ്ങൾ നമ്മളിപ്പോൾ എന്തായാലും കുറച്ച് നേരം നമ്മൾ മനസ്സൊന്ന് ഫ്രീ ആക്കി നമ്മൾ ചോറൊക്കെ കൊണ്ടുകഴിഞ്ഞ് ഫോണൊക്കെ നോക്കി ഇരിക്കുമല്ലോ. അപ്പോൾ ആ ഫോണൊക്കെ നോക്കുന്നതിന് മുന്നേയോ അതിന് ശേഷമോ ഇത്തിരി നേരം കിടക്കണമെന്നുണ്ടെങ്കിലും അതൊന്ന് റിവൈൻഡ് ചെയ്യുക മനസ്സിൽ. അപ്പോൾ ഉച്ച തൊട്ട് അതേപോലെ തന്നെ ഉച്ച കഴിഞ്ഞ് പഠിക്കുന്ന കാര്യങ്ങൾ രാത്രി നമ്മളൊന്ന് റിവൈൻഡ് ചെയ്യുക. ഇപ്പം മനസ്സിലായല്ലോ, രാവിലെ തൊട്ട് ഉച്ചവരെ പഠിച്ച കാര്യങ്ങൾ ഉച്ചയ്ക്ക് ശേഷം ഒന്ന് റിവൈൻഡ് ചെയ്യുക. ഉച്ച തൊട്ട് രാത്രി വരെ കിടക്കുന്നതിന് മുമ്പ് വരെ പഠിച്ച കാര്യങ്ങൾ രാത്രി ഒന്ന് റിവൈൻഡ് ചെയ്യുക. ഇനി മൊത്തം റിവൈൻഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ 2 ഇതായിട്ട് പറഞ്ഞെന്ന് വെച്ചാൽ നമുക്കിരുന്ന് നോക്കണ്ടല്ലോ എന്ന് കരുതി. അപ്പോൾ രാവിലെ പഠിച്ച കാര്യങ്ങൾ പിന്നെ പഠനം തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് റിവൈൻഡ് ചെയ്യുക. പിന്നെ ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം വരെ പഠിച്ച കാര്യങ്ങൾ നമ്മൾ കിടക്കുന്നതിന് മുന്നേ ഒന്ന് റിവൈൻഡ് ചെയ്യുക. അത് ഏറ്റവും നല്ല കാര്യമാണ്.
അപ്പം നമുക്ക് അല്ലാതെ നമ്മളിപ്പം പിന്നെ ചെറിയ ചെറിയ ചാർട്ടുകളാക്കിയൊക്കെ ഒട്ടിക്കുന്നതൊക്കെ നല്ലതായിരിക്കും, നമുക്ക് ഏറ്റവും നല്ലതായിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ കിടക്കുന്നിടത്തോ അല്ലെങ്കിൽ പിന്നെ അടുക്കളയിലോ എവിടെയാണെങ്കിലും നമ്മൾ കൂടുതൽ സമയം എവിടെയാണ് നിൽക്കുന്നത് അവിടെയൊക്കെ നമ്മൾ എഴുതി ഒട്ടിക്കുന്നത് നല്ലതാണ്. പിന്നെ കയ്യിലൊക്കെ ചെറുതായിട്ട് എഴുതി വെച്ചിട്ട് നമ്മൾ നോക്കുന്നത് നല്ലതാണ്. കയ്യിലൊക്കെ നമുക്ക് എന്താ വെച്ചാൽ വർഷങ്ങൾ ഇപ്പോൾ ഒരു വർഷം നമുക്ക് ഇപ്പോൾ എന്താണ് പിന്നെ ഉപ്പ് സത്യാഗ്രഹം അങ്ങനെ എന്തെങ്കിലും ആയിട്ടുള്ള വർഷങ്ങൾ 1930 ഇപ്പോൾ വേറെ ഏതെങ്കിലും വർഷം ഉണ്ടെങ്കിൽ ഇപ്പോൾ എങ്ങനെ എന്തെങ്കിലും വർഷം നമ്മളൊരു കയ്യിൽ എഴുതി വെച്ചിട്ട് നമ്മൾ ഇടയ്ക്ക് നോക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അപ്പം നമ്മൾ വേറെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ആ കയ്യിൽ നമുക്ക് നോക്കിയിട്ട് നമ്മുടെ മൈൻഡിൽ അതൊക്കെ കിടക്കും. നമ്മളത് പിന്നെ ഇപ്പം നിങ്ങൾക്ക് അത് മനസ്സിലാകത്തില്ല, കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും. കാര്യം ഞാൻ ഒരുപാട് ഇതൊക്കെ ഫലപ്രദമായി ചെയ്ത കാര്യങ്ങളുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ അത്രയും കഷ്ടപ്പെട്ടാണ് കുറേ ലിസ്റ്റുകളിലൊക്കെ നമ്മൾ എത്തിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതൊക്കെ നമുക്കൊരു ഫലപ്രദമായ മാർഗങ്ങൾ തന്നെയാണ്. പിന്നെ അത് ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് റിവൈൻഡ് ചെയ്ത് വിടുക. പിന്നെ ഏതെങ്കിലും 3-4 ക്വസ്റ്റ്യൻസ് നമുക്ക് ഏറ്റവും ടഫുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ടുള്ളൊരു 3-4 ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു നദിയുടെ ഉത്ഭവസ്ഥാനം, പതനസ്ഥാനം, ആ നദിയുടെ നീളം, നദി ഒഴുകുന്ന ജില്ലകൾ, അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് നമ്മൾ മനസ്സിൽ നമുക്ക് എത്ര പഠിച്ചിട്ട് നമ്മൾ ഓർമ്മയിൽ നിൽക്കാത്ത ഒരു 2-3 ക്വസ്റ്റ്യൻസ് നമ്മളത് മനസ്സിൽ പറഞ്ഞിട്ട് കിടക്കാൻ നേരത്ത് നമ്മളത് റിവൈൻഡ് ചെയ്തിട്ട് കിടക്കുക. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ഒരു സമയവും വേണ്ട, നമ്മളത് എന്തായാലും പഠിക്കുന്ന കാര്യങ്ങളല്ലേ, പഠിക്കുന്ന കാര്യങ്ങൾ കേട്ടാൽ നമ്മളത് പിന്നെ ഇത്രയും പഠിച്ചതല്ലേ, അപ്പൊ നമ്മൾ എന്തായാലും നമ്മൾ ഉറങ്ങിപ്പോക്കോളും. അപ്പൊ നമ്മൾ ഇത് ഓർത്ത് നമ്മൾ ഉറങ്ങുന്നതിന് ഏറ്റവും നല്ല ടിപ്പാണ് നമ്മൾ ഇത് തന്നെ മനസ്സിൽ വിചാരിച്ച് കിടക്കാൻ. നമ്മൾ എന്തായാലും ഉറങ്ങിപ്പോവും. ഒരുപാട് നമുക്കിപ്പോൾ പിന്നെ ഉറങ്ങുമ്പോൾ നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ഉറക്കം വരാതെ കിടക്കുമ്പോൾ നമ്മൾ പറയുമല്ലോ പുസ്തകമൊക്കെ എടുത്ത് വെച്ച് വായിച്ചാൽ പെട്ടെന്ന് ഉറങ്ങിപ്പോകുന്നു. ഞങ്ങളൊക്കെ പറയുമായിരുന്നു സൈക്കോളജിയുടെ ടെക്സ്റ്റൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ എന്തായാലും വേറെ ഏത് സബ്ജക്റ്റ് പഠിച്ച് ഉറങ്ങിപ്പോയില്ലെങ്കിലും സൈക്കോളജി എടുത്ത് പഠിച്ച് കിടന്നുറങ്ങിപ്പോയ കൂട്ടുകാരൊക്കെ എനിക്കുണ്ട്. അപ്പൊ അതാ പറയുന്നത്, നമ്മളിപ്പോൾ സൈക്കോളജിയുടെ ടെക്സ്റ്റ് എടുത്ത് വെച്ച് പഠിക്കണമെന്നല്ല, എന്ന് വെച്ച് സൈക്കോളജി പഠിച്ചവരാരും ഒന്നും പറയരുത്. ഞാൻ ഇപ്പൊ എല്ലാവർക്കും ഇഷ്ടമുള്ളതൊന്നും ആയിരിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. നമ്മളൊരു 3-4 ക്വസ്റ്റ്യൻസ് നമുക്ക് ടഫ് ഉള്ളത് നമ്മൾ മനസ്സിൽ റിവൈൻഡ് ചെയ്ത് വെച്ചിട്ട് കിടക്കുക. നമ്മൾ എന്തായാലും അത് ലാസ്റ്റ് ആകുമ്പോൾ നമ്മളത് പഠിക്കുകയും ചെയ്യും, നമ്മൾ ഉറങ്ങിപ്പോവുകയും ചെയ്യും, പിന്നെ ഒന്നും നമ്മൾ ഓർക്കത്തില്ല. അപ്പൊ തന്നെ നമുക്ക് ഇപ്പൊ എത്ര മണിക്കൂർ, നമ്മൾ ഏകദേശം ഒരു 5 to 6 മണിക്കൂർ നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. പിന്നെ പിറ്റേ ദിവസം എടുക്കുമ്പോൾ ഇത് തന്നെ ആദ്യം ഒന്ന് നോക്കുക, അതൊരിക്കലും മറന്നു പോകരുത്. ഇനിയിപ്പോൾ നോക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ 3 ദിവസത്തിൽ ഒരിക്കൽ നമ്മൾ അതൊന്ന് റിവൈൻഡ് ചെയ്യുക. ഇപ്പൊ എല്ലാ ദിവസവും നമുക്ക് റിവൈൻഡ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് നടക്കുന്ന കാര്യമായിരിക്കത്തില്ല, നമ്മൾ അടുത്തത് പഠിക്കാനായിട്ടുള്ള ഓട്ടത്തിലായിരിക്കും നമ്മൾ. അപ്പോൾ ഇത് ചിലപ്പോൾ മറന്നു പോവുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യും. അല്ല വേണ്ട, അദ്ദേഹം പഠിച്ചതല്ലേ എന്ന് വെച്ചപ്പം അവർക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം, ഇപ്പൊ ബുധനാഴ്ച ആണെങ്കിൽ ബുധനാഴ്ച, ഞായറാഴ്ച ആണെങ്കിൽ ഞായറാഴ്ച, ആ ദിവസങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഇപ്പൊ ഞായറാഴ്ച ആണെങ്കിൽ തിങ്കളാഴ്ച തൊട്ടുള്ള പഠിച്ച കാര്യങ്ങൾ, ഇപ്പൊ ബുധനാഴ്ച ആണെങ്കിൽ നമ്മൾ അറിയാമല്ലോ, അപ്പൊ അതിന് മുന്നേ ഉള്ള കാര്യങ്ങൾ എല്ലാം നമ്മൾ കറക്റ്റ് സമയത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക, റിവൈൻഡ് ചെയ്യുക. പിന്നെ ഇപ്പൊ ഒന്നുകൂടെ ഞാൻ പറയാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. നമ്മൾ ആദ്യം ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക, 4 സബ്ജക്റ്റ് മാക്സിമം നമ്മൾ പഠിച്ചു തീർക്കുക. പിന്നെ 9 to 10 പഠനം തുടങ്ങാനായിട്ട് ശ്രമിക്കുക. ഇംഗ്ലീഷൊന്നും ഒരിക്കലും നമ്മൾ ഇംഗ്ലീഷൊക്കെ ഇതിൻ്റെ കൂടെ പഠിക്കരുത്. ഇംഗ്ലീഷ്, മാത്സ് അതൊക്കെ നമ്മൾ വേറൊരു ദിവസം, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം സ്പെഷ്യൽ ടോപ്പിക്സിനൊക്കെ ആയിട്ട് വേറൊരു ദിവസം മാറ്റി വയ്ക്കുക. പിന്നെ 5 to 6 മണിക്കൂർ പിന്നെ നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക, അത്രേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ അരമണിക്കൂർ നമ്മൾ കറണ്ട് അഫയേഴ്സ് എന്തായാലും നോക്കുക, PVQ ചെയ്യുക. അപ്പം നമ്മൾ പഠിച്ച് നമുക്ക് മടുത്ത് കഴിയുമ്പോൾ, ഈ സബ്ജക്ട്സ് ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ നമ്മളത് പെട്ടെന്ന് നമ്മുടെ മൈൻഡിൽ നിൽക്കും. കാര്യം ബാക്കി സബ്ജക്ട്സ് പോലെയല്ല, ഇപ്പം പേരുകൾ, പല സ്ഥലങ്ങൾ, പല കാര്യങ്ങൾ, ഓരോരുത്തർക്കും അവരവർക്ക് ഇഷ്ടമുള്ള വിഷയങ്ങളുണ്ടാകും. ചിലർക്ക് സാഹിത്യത്തിനോടൊക്കെ ഇഷ്ടമുള്ളവരായിരിക്കും, ചിലർക്ക് സ്പോർട്സിനോട് ഇഷ്ടമുള്ളവരായിരിക്കും. അപ്പൊ സ്പോർട്സിനെ കുറിച്ചുള്ള കറണ്ട് അഫയേഴ്സ് ഒക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ഈ പഠിച്ചു കഴിയുമ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റിയാൽ മതി എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ നമ്മൾ ഈ സ്പോർട്സിനെ കുറിച്ചുള്ള കറണ്ട് അഫയേഴ്സ് ഒക്കെ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് നിൽക്കും. അപ്പോൾ അങ്ങനെയുള്ളത് നമ്മൾ ഇടയ്ക്ക് പഠിക്കുക. കറണ്ട് അഫയേഴ്സ് അല്ല പഠിക്കാന്നില്ല, ഒരു ദിവസം അരമണിക്കൂർ കറണ്ട് അഫയേഴ്സിനായിട്ട് എന്തായാലും മാറ്റി വയ്ക്കുക. ഒരു PVQ എന്തായാലും നമ്മൾ ചെയ്യണം. ചെയ്തിട്ട് അതിലുള്ള വീക്ക് പോയിന്റ്സ് ഏതൊക്കെയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ നോക്കി വെക്കുക. പിന്നെ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുമ്പോൾ അതിന് മുന്നേ പഠിച്ചതൊന്ന് റിവൈൻഡ് ചെയ്യുക. ഉച്ച കഴിഞ്ഞ് നമ്മൾ എന്തായാലും രാത്രി, പിന്നെ നമ്മൾ എന്തായാലും 6 to 9 നമ്മൾ പഠിക്കാൻ പറ്റത്തില്ല. പിന്നെ പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ പഠിക്കാം കേട്ടോ. സാധാരണ ഒരു ഭയങ്കര ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കൊക്കെ ഓക്കെ, പഠിക്കാനൊക്കെ പറ്റും, ഹസ്ബൻഡും കുട്ടികളും മാത്രമുള്ളവർ. അല്ലാതെ എല്ലാവരും കൂടെ ഉള്ള വീടുകളിലൊന്നും ചിലപ്പോൾ നമുക്ക് പറ്റത്തില്ല.
അപ്പോൾ അത് നമ്മൾ പഠിക്കാനായിട്ട്, അപ്പോൾ അതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ മാക്സിമം 9 to 10 മണിക്കുള്ളിൽ ജോലിയൊക്കെ തീർത്തിട്ട്, അതിന് മുന്നേ ആണെങ്കിൽ ഏറ്റവും നല്ല കാര്യം അത് പഠിക്കാനായിട്ട് വീണ്ടും ശ്രമിക്കുക. അത് അപ്പോൾ പിന്നെ ബാക്കി സബ്ജക്ട്സ് ഒന്ന് നോക്കുക. ഇനി നോക്കാൻ പറ്റാത്തവരാണെങ്കിൽ ആഴ്ചയിൽ ഒന്ന് റിവൈൻഡ് ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞ് മനസ്സിലായല്ലോ. ലാസ്റ്റ് PYQ ഒന്ന് ചെയ്യുക. അതിനുശേഷം നമ്മൾ പിന്നെ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പേ പഠിച്ച കാര്യങ്ങൾ റിവൈൻഡ് ചെയ്യുക. അതായത് ഇപ്പോൾ ചെറിയ ചെറിയ ബുക്കുകളിലാണെങ്കിൽ എഴുതി വെച്ചാലും നല്ല കാര്യം. ചെറിയ ചെറിയ ഇതേപോലുള്ള ചെറിയ ചെറിയ ബുക്സ്, ചെറിയ ചെറിയ നോട്ട്സിലാണെങ്കിൽ എഴുതി വെക്കുന്നത് നല്ലതാണ്. പിന്നെ ചെറിയ ചെറിയ ബുക്കുകൾ ഇപ്പം എൻ്റെ ബുക്കുകളൊക്കെ കുറേയൊക്കെ കുട്ടികളൊക്കെ വരച്ചിട്ടുള്ള ബുക്കുകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. കൊച്ചു കുട്ടികളുള്ളടത്ത് അവർ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ അടുക്കലൊക്കെ വന്നിരുന്ന് വരയ്ക്കുകയും കുറിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് കുറേ ബുക്സുകളൊക്കെ ചിലതൊക്കെ പഠിച്ച് തന്നെ ഇത് വന്നിട്ടുള്ളതാണ്, ചിലതൊക്കെ കുഞ്ഞുങ്ങൾ വരയ്ക്കുന്നതും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ എന്താണ്, പിന്നെ ഉറങ്ങാൻ കിടക്കുന്നതിന് മുന്നേ പഠിച്ചതൊന്ന് ഇതേപോലെ ബുക്കിൽ എഴുതി വെക്കുക. ബുക്കിൽ എഴുതി വെച്ച് റിവൈൻഡ് ചെയ്യുക. അല്ലെങ്കിൽ പാടുള്ള സബ്ജക്ട്സ് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് പോലെ ഇതുണ്ടോ, ഇന്ത്യയുടെ മകൾ എന്നറിയപ്പെടുന്ന വ്യക്തി മാഡം ഭിക്കാജി കാമ. അത് ഞാൻ ഇങ്ങനെ ഇപ്പം നമ്മളിങ്ങനെ ഒരു പേജ് എടുക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ അത് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയിൽ വരും. അങ്ങനെ ഒന്ന് അത് മാത്രം ഒന്ന് റിവൈൻഡ് ചെയ്ത് വിടുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു 3-4 ക്വസ്റ്റ്യൻസ് ടഫ് ഉള്ളത് കിടക്കാൻ നേരത്തൊന്ന് നോക്കിയിട്ട് കിടക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇമ്പ്രൂവ് ആയി വരും. എന്തായാലും വീട്ടമ്മമാർക്ക് പറ്റുന്ന ഏറ്റവും നല്ല ടൈം ടേബിളാണ്. ആവശ്യമുള്ളവർക്ക് സ്വീകരിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ കാര്യങ്ങൾ. അപ്പം ഞാൻ എങ്ങനെയാണ് ഒരു മെയിൻ ലിസ്റ്റിൽ എത്തിയെന്നുള്ള കാര്യങ്ങളും ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളതും ഒക്കെയാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഒരുപാട് സമയമില്ലാത്ത സമയങ്ങളിൽ നിന്നൊക്കെയാണ് നമ്മൾ ഇതും നോക്കിയത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബട്ടൺ ഞെക്കുക. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ കാണാം. താങ്ക്